ഭയങ്കര ആവശ്യക്കാണ് ലാസ്റ്റ് ആകുമ്പോഴത്തേനും ഭയങ്കര നമ്മക്ക് രണ്ടാക്കും വയറ് നിറയാനുള്ള സാധനം ഉണ്ടായി ആ ജ്യൂസും അതും ചോറിന്റെ പകരം തിന്നല്ലേ അല്ലാതെ വേറെ ഒന്നല്ലല്ലോ ചോറിന്റെ പകരം തിന്നല്ലേ അപ്പൊ എന്താ ഈ ജേണൽ എൻട്രീസ് ഒക്കെ എല്ലാരും എഴുതിയാ? മൈക്ക് ഓൺ ചെയ്യാം, എല്ലാരും മൈക്ക് ഓൺ ചെയ്യും. ഞാൻ അപ്പുറത്തെ റൂമിലുണ്ട് കേട്ടോ ജേണൽ എൻട്രീസ് എഴുതിയാ? എല്ലാരും എഴുതിയാ? ഇല്ല, എഴുതിയിട്ടില്ലേ. ഓക്കെ, ട്രാൻസാക്ഷൻ എഴുതി വെച്ചിട്ടുണ്ടോ നോട്ടില്? ഇല്ല, ട്രാൻസാക്ഷൻ ഞാനിപ്പോ ഒരു യാത്ര കഴിഞ്ഞിട്ട് ഇപ്പൊ വീട്ടിലെത്തുന്നേ ഉള്ളൂ. ഓക്കെ, എന്നാല് പെട്ടെന്ന് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ഞാൻ. അത് നോക്കിയിട്ട് ആ ട്രാൻസാക്ഷൻ ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. ആ, ഓക്കെ. So ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ, അശോക് സ്റ്റാർട്ടഡ് എ ബിസിനസ് വിത്ത് ക്യാപിറ്റൽ റുപ്പീസ് 1 lakh. ജേണൽ എൻട്രി പറഞ്ഞോ. എന്താ ജേണൽ എൻട്രി? Cash account up to capital. യെസ്, ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ. നമ്മളെ ജേണലിന്റെ ഫോർമാറ്റ് വരച്ചിട്ട് തന്നെയല്ലേ എഴുതിയത്? ഓക്കെ, പർച്ചേസ്ഡ് ഗുഡ്സ് റുപ്പീസ് 36,000. ജേണൽ എൻട്രി. എന്താ ജേണൽ എൻട്രി? Purchase account up to cash. യെസ്, പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ്. സാലറി പെയ്ഡ് റുപ്പീസ് 2,000. പറ, എല്ലാരും പറ. സാലറി അക്കൗണ്ട് അപ്പ് ടു ക്യാഷ്. യെസ്. നെക്സ്റ്റ് അഗൈൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, സെയിം പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ്. റെന്റ് റിസീവ്ഡ് റുപ്പീസ് 1,000. ജേണൽ എൻട്രി. Rent paid. Rent received. Up to cash. റെന്റ് റിസീവ്ഡ് എന്ന് പറയുന്നത് ഇൻകം ആണല്ലേ. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻകത്തിന് ക്രെഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ക്യാഷ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ക്യാഷ് അസറ്റ്. അപ്പൊ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അസറ്റിന് ഡെബിറ്റ് ചെയ്യാം. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ടു Cash റെന്റ് account റിസീവ്ഡ്. to റെന്റ് റിസീവ്ഡ്. rent received. നെക്സ്റ്റ്, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് 27,000. ഇങ്ങനെ വരാം. Cash account up to sales. യെസ്, ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ്. ഇൻകം ആണല്ലേ.
ഇനി സൺഡ്രി എക്സ്പെൻസ്. സൺഡ്രി എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മള് ഓഫീസിലൊക്കെ ചെറിയ ചെറിയ എക്സ്പെൻസിനെ ടോട്ടൽ ചെയ്തിട്ട് പറയുന്നതാണ് സൺഡ്രി എക്സ്പെൻസ് കേട്ടോ. സൺഡ്രി എക്സ്പെൻസ് ₹500. ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെൻട്രൽ എക്സ്പെൻസ്. സൺഡ്രി അക്കൗണ്ട്. സൺഡ്രി എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എക്സ്പെൻസിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ക്യാഷ് അക്കൗണ്ട് സോറി, എക്സ്പെൻസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സ്പെൻസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ സൺഡ്രി എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ, ഇവിടെ കുറയുന്ന അസറ്റ് ഏതാണ്? ക്യാഷ് ആണ്. ക്യാഷ് കുറയുന്ന സമയത്ത് നമ്മൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു, അസറ്റിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പൊ സൺഡ്രി എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. നെക്സ്റ്റ് കമ്മീഷൻ റിസീവ്ഡ്. ക്യാഷ് അക്കൗണ്ട് അപ് ടു റെന്റ് ആയിക്കാണ്. ക്യാഷ് അക്കൗണ്ട് ടു റെന്റ് റിസീവ്ഡ്. റെന്റ് റിസീവ്ഡ് തന്നെ കൊടുക്കണം കേട്ടോ. ചില സമയത്ത് റെന്റ് പെയ്ഡും ഉണ്ടാവാം. നെക്സ്റ്റ് കമ്മീഷൻ റിസീവ്ഡ്. അങ്ങനെ വരാം. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു കമ്മീഷൻ റിസീവ്ഡ്. സ്ക്രീൻ കാണുന്നുണ്ടോ? ഇല്ലല്ലേ, സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു മിനിറ്റ്. ഇപ്പൊ കാണുന്നില്ലേ? ഓക്കെ. നെക്സ്റ്റ് കമ്മീഷൻ റിസീവ്ഡ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്തായിരുന്നു? ക്യാഷ് അക്കൗണ്ട് അപ് ടു സോൾഡ് ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ്. സെയിൽസ് ഇങ്ക് ആണ്, അതുകൊണ്ടാണ് ഇങ്കത്തിനെ ക്രെഡിറ്റ് ചെയ്തത്. കമ്മീഷൻ റിസീവ്ഡ്. ജേർണൽ എൻട്രി പറ, എഴുതിയവര് പറ. Cash account കമ്മീഷൻ റിസീവ്ഡ്. കമ്മീഷൻ റിസീവ്ഡ്. ക്യാഷ് അക്കൗണ്ട് ടു കമ്മീഷൻ റിസീവ്ഡ്, ഇങ്ക് ആയതുകൊണ്ട്. നെക്സ്റ്റ് വേജസ് പെയ്ഡ് ₹5,000. Wages account to debited to cash. cash. വേജസ് അക്കൗണ്ട് ടു ക്യാഷ്. വേജസ് ഒരു എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് അസറ്റ് കുറയുമ്പോൾ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യാം, അതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. നെക്സ്റ്റ് പർച്ചേസിൽ ഓഫീസ് സ്റ്റേഷനറി. ഇങ്ങനെ വരാം. Stationery Account debited to cash. stationery account to cash. സ്റ്റേഷനറി അക്കൗണ്ട് ടു ക്യാഷ്. സ്റ്റേഷനറി ഒരു എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് എക്സ്പെൻസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യാം, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യാം. നെക്സ്റ്റ് Furniture account, go to furniture. ബോട്ട് ഫർണിച്ചർ. ഇതിന്റെ ജേർണൽ എൻട്രി വരാം. Furniture Furniture account account debited to cash. cash. യെസ്, ഫർണിച്ചർ അക്കൗണ്ട് ടു ക്യാഷ്. ഫർണിച്ചർ ഒരു ഫിക്സഡ് അസറ്റ് ആണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അസറ്റിനെ ഡെബിറ്റ് ചെയ്യാം, ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുന്നപ്പോൾ ക്യാഷ് കുറയുന്നു. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്, ക്യാഷ് ക്രെഡിറ്റ്. ഫർണിച്ചർ അക്കൗണ്ട് ടു ക്യാഷ്. നെക്സ്റ്റ് പർച്ചേസ്ഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി ₹50,000. Plant and Land machinery and machinery account debited to cash. cash. ക്യാഷ്. യെസ്, Cash. സെയിം. നമ്മുടെ ഫിക്സഡ് അസറ്റിനാണ് പ്ലാന്റ് ആൻഡ് മെഷീനറി. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ടു ക്യാഷ്. പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ ആൻഡ് ടൈപ്പ് റൈറ്റർ. Computer and typewriter account Account to debited to cash. യെസ്. നെക്സ്റ്റ് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അക്കൗണ്ട് അപ് ടു സെയിൽസ്. യെസ്, ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ്. Sales. വിത്ഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ്. Drawing. Drawing account debited to cash. ഡ്രോയിങ്സ് അക്കൗണ്ട് ടു ക്യാഷ്. Cash. ക്യാഷ് ഇവിടെ കുറയുന്നുണ്ട്, അതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് Personal നമ്മുടെ use. ക്യാപിറ്റലിന് കുറയുന്നതാണ്. ക്യാപിറ്റൽ കുറയുന്ന സമയത്ത് ക്യാപിറ്റലിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യാം, അതുകൊണ്ടാണ് ഡ്രോയിങ്സിനെ ഡെബിറ്റ് ചെയ്തത്. ഓക്കെ.
ഇത് നമ്മള് ഇതിന്റെ ജേണൽ എൻട്രീസ് ഒക്കെ വരച്ചിട്ട് എഴുതി അല്ലെ? എല്ലാരും എഴുതി കഴിഞ്ഞില്ലേ? എഴുതാത്തവര് എഴുതിക്കോ പെട്ടെന്ന്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ലെഡ്ജർ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതായത് നമ്മൾ ബിസിനസ്സിൽ നമ്മൾ അക്കൗണ്ട്സ് ചെയ്യുന്ന സമയത്ത് ആദ്യം ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസ് നമ്മൾ ജേണലായിട്ട് റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ജേണൽ നോക്കിയിട്ട് നമ്മൾ ഈ ഓരോ ജേണൽ എൻട്രീസ് നോക്കിയിട്ട് അതിന്റെ ഓരോ ലെഡ്ജർ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ ട്രാൻസാക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതിൽ ഫസ്റ്റ് ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ അല്ലെ? ഇപ്പൊ നമ്മള് ക്യാഷ് ലെഡ്ജറും പ്രിപ്പയർ ചെയ്യണം, ക്യാപിറ്റൽ ലെഡ്ജറും പ്രിപ്പയർ ചെയ്യണം. ഇവിടെ പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്നാ വരാം. അപ്പൊ പർച്ചേസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ക്യാഷ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് അതിൽ വീണ്ടും ലെഡ്ജേഴ്സ് വരക്കണ്ട. അതുപോലെ സാലറി പെയ്ഡ്, സാലറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അഗൈൻ പർച്ചേസ് നമ്മൾ ഒന്ന് ഫസ്റ്റ് വരക്കുന്നത് കൊണ്ട് വീണ്ടും വരക്കണ്ട. റെന്റ് റിസീവ്ഡ് വേണം, സെയിൽസ് വേണം, പിന്നെ സൺട്രി എക്സ്പെൻസ് വേണം, കമ്മീഷൻ റിസീവ്ഡ്, വേജസ് വേണം, സ്റ്റേഷനറി അക്കൗണ്ട് വേണം, ഫർണിച്ചർ അക്കൗണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട്, കമ്പ്യൂട്ടർ ആൻഡ് ടൈപ്പ് റൈറ്റർ അക്കൗണ്ട്, സെയിൽസ് നേരത്തെ കൊടുത്തോണ്ട് വേണ്ട, പിന്നെ ഡ്രോയിങ്സ് അക്കൗണ്ട്. ഇത്രയും ലെഡ്ജർ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന്റെ ഫോർമാറ്റ് ആണ് ഈ കാണുന്നത്. സ്ക്രീനിൽ നോക്കാം, ഇങ്ങനെയാണ് വരക്കുക. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ ജേണൽ എൻട്രി നോക്കാം. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ. അവിടെ ക്യാഷ് ലെഡ്ജർ നമ്മൾ പ്രിപ്പയർ ചെയ്യാം. ഇതിപ്പോ ഒരു ക്യാഷ് ലെഡ്ജർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ക്യാഷ് ലെഡ്ജർ ആണെന്ന് വിചാരിക്കാം. ഇവിടെ നമ്മൾ ടൈറ്റിൽ കൊടുക്കാം ക്യാഷ് അക്കൗണ്ട്, അല്ലെങ്കിൽ ക്യാഷ് ലെഡ്ജർ എന്ന് കൊടുക്കാം. ക്യാഷ് അക്കൗണ്ട് എന്ന് കൊടുത്താൽ മതി. ഹെഡിങ് ക്യാഷ് അക്കൗണ്ട് എന്ന് കൊടുക്കാം. ഈ ലെഫ്റ്റ് സൈഡ് ഡെബിറ്റ് സൈഡ് ആയിരിക്കും, റൈറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ്. പിന്നെ കാണാൻ പറ്റുക ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. ഒരു ഡെബിറ്റ് സൈഡും ഒരു ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും ഉണ്ടാവാം. ഇനി ഇതിൽ എങ്ങനെ പോസ്റ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ ജേണൽ നോക്കിയിട്ട് വേണം, ജേണൽ എൻട്രീസ് നോക്കിയിട്ട് വേണം നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാം. ഇതിപ്പോ ഒരു ക്യാഷ് ലെഡ്ജർ ആണെങ്കിൽ നമ്മൾ ജേണൽ എൻട്രീസ് ഒക്കെ നോക്കാം. ഫസ്റ്റത്ത് ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ എന്നാണ് അല്ലെ? അപ്പോ ഇവിടെ ഡെബിറ്റ് സൈഡ് ആണ് ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത്. അതായത് ക്യാഷ് അക്കൗണ്ടിനെ എഫക്ട് ചെയ്യുന്ന എല്ലാ ലെഡ്ജേഴ്സും നമ്മൾ ഇവിടെ എഴുതണം, ഡെബിറ്റിലും ക്രെഡിറ്റിലും. അതെങ്ങനെ ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ നോക്കാം. അതെങ്ങനെ നോക്കാം? ഫസ്റ്റത്തെ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ. ക്യാഷിന് താഴെയുള്ളതൊക്കെ ഈ സൈഡ് എഴുതാം, ഡെബിറ്റ് സൈഡിൽ. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. ഇതില് പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്ന് വരുന്നില്ലേ? പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. ക്യാഷ് അക്കൗണ്ടിന്റെ മുകളിലാണ് എന്ത് വരുന്നത്? പർച്ചേസ് അല്ലേ? അപ്പോ ഇവിടെ ക്രെഡിറ്റ് സൈഡില് ബൈ പർച്ചേസ് എഴുതണം, ബൈ പർച്ചേസ്, എന്നിട്ട് എമൗണ്ട് എഴുതാം. ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഏതാ? സാലറി പെയ്ഡ്. സാലറി പെയ്ഡ്. സാലറി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. അപ്പൊ ഇവിടെ ബൈ സാലറി എന്ന് പറഞ്ഞിട്ട് എഴുതണം. സാലറി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ഇങ്ങനെ വരാം. സാലറി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ്. പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. നമ്മൾ എഴുതാ വേണ്ടത്. ഇത് ഓരോന്നും ലെഡ്ജർ അക്കൗണ്ട് വരച്ച് എഴുതണം. അതെങ്ങനെ എഴുതണം ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. അതായത് ഫസ്റ്റ് നമ്മൾ ക്യാഷ് ലെഡ്ജർ ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്യാഷ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്യാഷ് അക്കൗണ്ടിനെ എഫക്ട് ചെയ്യുന്ന എല്ലാ അക്കൗണ്ട്സും ഇവിടെ ഡെബിറ്റിലും ക്രെഡിറ്റിലും എഴുതണം. ഈ ഡെബിറ്റ് എങ്ങനെ വരുന്നു, ക്രെഡിറ്റ് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതായത് ജേണൽ എൻട്രീസ് ഒക്കെ നോക്കാം, ക്യാഷ് അക്കൗണ്ടിന്റെ മുകളിൽ വരുന്നത്. ഓക്കെ, അതൊക്കെ നമ്മൾ ഏത് സൈഡിൽ എഴുതാം? ക്രെഡിറ്റ് സൈഡിൽ എഴുതാം.
മനസ്സിലായോ? ക്യാഷ് അക്കൗണ്ടിന് താഴെ വരുന്നതൊക്കെ ഡെബിറ്റ് സൈഡിൽ എഴുതാം. നിങ്ങൾ ഇപ്പം ജേണൽ വരച്ചില്ല, അതിന് താഴെ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഫോർമാറ്റിൽ വരക്കാം. ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരക്കാം. എല്ലാവരും വരച്ചോ. ഇതിൽ LF എന്താണ്? ഉം. പെർട്ടിക്കുലർ കഴിഞ്ഞിട്ടുള്ള LF എന്താ? LF എന്ന് പറയുന്നത് ലെഡ്ജർ ഫോളിയോ ആണ്. അത് ജേണൽ ഫോളിയോ ലെഡ്ജർ ഫോളിയോ എന്നുണ്ട്. അത് ആ ഒരു അക്കൗണ്ടിന്റെ നമ്പറാണ്. നമുക്ക് ഇപ്പൊ ഇതിൽ ആവശ്യമില്ല. അത് അവിടെ ഒന്ന് വിട്ടേ, അവിടെ ഒന്നും കൊടുക്കണ്ട കേട്ടാ. ഓക്കെ. ഡേറ്റും ഇപ്പം കൊടുക്കാനില്ല, ഡേറ്റും അവിടെ വിട്ടെ. ജസ്റ്റ് പർട്ടിക്കുലേഴ്സും എമൗണ്ടും കൊടുത്താൽ മതി. പർട്ടിക്കുലേഴ്സ് ഏതാ വരുന്നത് നോക്കാം, അതിന്റെ നേരെയുള്ള എമൗണ്ട്. ഹെഡിങ് കൊടുക്കാം ക്യാഷ് അക്കൗണ്ട്. ഇപ്പത്തെ സൈഡ് ഡെബിറ്റ്, റൈറ്റ് സൈഡിൽ ക്രെഡിറ്റ് എന്ന് കൊടുക്കാം. ഇതുപോലെ വരക്കാം. എവിടെ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് എഴുതേണ്ടത്? ഇതാ DR CR എന്നാണ്ടോ? DR എന്നുണ്ട്. അതന്നെ, DR എന്ന് പറയുന്നത് ഡെബിറ്റ് ആണ് കേട്ടാ. ആ CR ക്രെഡിറ്റും. ഓക്കെ. അങ്ങനെ തന്നെ കൊടുക്കാം. എന്നിട്ട് ഈ ഫോർമാറ്റ് വരക്കാം. പേജ് ഫുള്ളൊന്നും വരക്കണ്ട, പകുതി വരെ വരച്ചാൽ മതി. നോട്ട്ബുക്കിന്റെ ഒരു പകുതി വരെ വരച്ചാൽ മതി. തനു ഉം. ഈ ഡെപ്റ്ററിൽ ഡെബിറ്റ് ആക്കിയ ക്യാഷുകൾ എഴുതേണ്ടത്? ക്യാഷിന് താഴെ വരുന്ന അക്കൗണ്ട് ഒക്കെ ഇവിടെ എഴുതാം. 2 എന്ന് പറഞ്ഞിട്ട്. ക്യാഷ് അക്കൗണ്ടിന് മുകളിൽ വരുന്നതൊക്കെ ഈ സൈഡിൽ എഴുതാം. മനസ്സിലായില്ല. അതായത് ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ നോക്കാം. ക്യാഷ് അക്കൗണ്ട് അറ്റ് ക്യാപിറ്റൽ എന്നല്ലേ? അതെ. ക്യാഷ് അക്കൗണ്ടിന് താഴെയാണ് എന്ത് വരുന്നത്? ക്യാപിറ്റൽ വരുന്നത്. ആ താഴെ വരുന്നതൊക്കെ ഈ സൈഡിൽ എഴുതാം. 2 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഡെബിറ്റ് സൈഡിൽ 2 എന്ന് പറഞ്ഞിട്ട് എഴുതണം കേട്ടാ. 2 ക്യാപിറ്റൽ എമൗണ്ട് എഴുതാം. ക്യാഷ് അക്കൗണ്ടിലാണ് ടു ക്യാപിറ്റൽ എഴുതേണ്ടത്. യെസ്, നമ്മളിപ്പോ ചെയ്യുന്നത് ക്യാഷ് അക്കൗണ്ട് ആണ്. ക്യാഷ് അക്കൗണ്ടിനെ എഫക്ട് ചെയ്യുന്ന എല്ലാ അക്കൗണ്ട്സും ഇവിടെ എഴുതണം. ടു എന്ന് പറഞ്ഞിട്ട് ക്യാപിറ്റൽ കൊടുക്കാം. കൊടുത്തോ? ഓക്കെ, കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ഏതാ? പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്. യെസ്, പർച്ചേസ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. ക്യാഷ് അക്കൗണ്ടിന് മുകളിലാണ് എന്ത് വരുന്നത്? പർച്ചേസ് ചെയ്യുന്നത്. ബൈ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡ് എഴുതാം. ക്രെഡിറ്റ് സൈഡിൽ ബൈ പർച്ചേസ് അക്കൗണ്ട് എന്നിട്ട് എമൗണ്ട് എഴുതാം. ബൈ പർച്ചേസ് അക്കൗണ്ട്. നെക്സ്റ്റ് സാലറി പെയ്ഡ്. സാലറി അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. ഇപ്പൊ ഇവിടെ വരാം. ടു സാലറി ക്രെഡിറ്റ്. അക്കൗണ്ട്. യെസ്, ക്രെഡിറ്റ് സൈഡിൽ ബൈ സാലറി അക്കൗണ്ട്. ബൈ സാലറി ആയിരുന്നു. സാലറി അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് അല്ലേ? ആ ആ ക്യാഷ് അക്കൗണ്ടിന് മുകളിലല്ലേ സാലറി വരുന്നത്? അതായത് നേരെ തിരിച്ചിട്ടായിരിക്കും. നമ്മൾ
ക്യാഷ് അക്കൗണ്ടിനെ എഫക്ട് ചെയ്യുന്ന ഡെബിറ്റ് ചെയ്യുന്നതൊക്കെ ക്രെഡിറ്റ് സൈഡിൽ എഴുതും, ക്രെഡിറ്റ് ചെയ്തതൊക്കെ ഡെബിറ്റ് സൈഡിൽ എഴുതും. മനസ്സിലായോ? ഒന്നുകൂടെ പറയും. ഒന്നുകൂടെ പറയണോ? അതെ. ഇപ്പം ജസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റത്തത് ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാപിറ്റൽ എന്നാണ് ഫസ്റ്റത്തെ ജേണൽ എൻട്രി. ഇവിടെ നമ്മൾ ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതിയില്ലേ, ഇതിന് താഴെയാണ് എന്ത് വരുന്നത്, ക്യാപിറ്റൽ. താഴെ വരുന്നതൊക്കെ, ക്യാഷ് അക്കൗണ്ടിന് താഴെ വരുന്നതൊക്കെ ഡെബിറ്റ് സൈഡിൽ എഴുതാം. ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാപിറ്റൽ അല്ലേ, അതെ. ക്യാപിറ്റൽ ക്രെഡിറ്റ് അല്ലേ, ക്രെഡിറ്റ് ചെയ്തതൊക്കെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതാം, ഡെബിറ്റ് ചെയ്തതൊക്കെ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. അത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. താഴെ വരുന്നതൊക്കെ ഡെബിറ്റ് സൈഡിൽ എഴുതാം, ക്യാഷ് അക്കൗണ്ടിന്റെ മുകളിൽ വരുന്ന അക്കൗണ്ട്സ് ഒക്കെ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. മനസ്സിലായോ? നേരെ ഇനി നെക്സ്റ്റ് ഓപ്പോസിറ്റ് അല്ലേ? എക്സാമ്പിൾ നോക്കിക്കോ. ഇപ്പൊ പർച്ചേസിന് ഗുഡ്സ്, പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് എന്ന് വരാം. അപ്പോ ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ പർച്ചേസ് കൊടുക്കാം, പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. ഇവിടെ പർച്ചേസ്, ബൈ പർച്ചേസ് എന്നിട്ട് കൊടുക്കണം കേട്ടോ. നെക്സ്റ്റ് റെന്റ് റിസീവ്ഡ്, റെന്റ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു റെന്റ് റിസീവ്ഡ് എന്നാണ്. അപ്പോ ഏത് സൈഡ് ഏതും റെന്റ് റെന്റ് ക്യാഷ് റിസീവ്ഡ്. ഡെബിറ്റ് സൈഡ്. റെന്റ് റിസീവ്ഡ്. പർച്ചേസ് ഗുഡ്സ് പറഞ്ഞു. പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് എന്നല്ലേ. ബൈ പർച്ചേസ് ഏതും ക്രെഡിറ്റ് സൈഡ്, ബൈ പർച്ചേസ്. റെന്റ് റിസീവ്ഡ്, ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു റെന്റ് റിസീവ്ഡ്, ടു റെന്റ് റിസീവ്ഡ് എന്ന് വരും, ടു റെന്റ് റിസീവ്ഡ്. നമ്മൾ ജേണൽ എൻട്രി നോക്കിയിട്ടാണ് കേട്ടോ ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യാം. ഓരോ ജേണലും നോക്കാം, എന്നിട്ട് ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ഏതാ, സെയിൽസ്, ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ് അല്ലേ. അപ്പോ എവിടെ വരും, ടു സെയിൽസ്. യെസ്, ടു സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡ്, ടു സെയിൽസ്. എമൗണ്ട് എഴുതണേ. നെക്സ്റ്റ് സൺട്രി എക്സ്പെൻസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് എന്ന് വരാം. അപ്പോ ബൈ സൺട്രി എക്സ്പെൻസ്, യെസ്, എന്നിട്ട് 500 കൊടുക്കാം എമൗണ്ട് കോളത്തിൽ, ബൈ സൺട്രി എക്സ്പെൻസ്. അപ്പൊ ക്യാഷിന്ന് ഇത് നമ്മൾ ക്യാഷ് അക്കൗണ്ടിലാണ് ചെയ്യുന്നത്. ക്യാഷ് അക്കൗണ്ടിനെ എഫക്ട് ചെയ്യുന്ന അക്കൗണ്ട്സ് ആണ് എഴുതാം. മനസ്സിലായില്ലേ? അപ്പൊ ബാക്കിയുള്ളതൊക്കെ ക്യാഷ് സെപ്പറേറ്റ് ആക്കും. ബാക്കി എല്ലാം സെപ്പറേറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഇപ്പൊ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഇവിടെ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യണം, പർച്ചേസ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യണം, സാലറി പ്രിപ്പയർ ചെയ്യണം, അങ്ങനെ ഓരോന്ന് പ്രിപ്പയർ ചെയ്യണം. ഇപ്പൊ ക്യാഷ് നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് ക്യാഷിനെ എഫക്ട് ചെയ്യുന്ന എല്ലാ എൻട്രീസും എഴുതണം. ഇതൊക്കെ ക്യാഷിനെ എഫക്ട് ചെയ്യുന്നില്ലേ, അതുകൊണ്ടാണ് ഇതൊക്കെ എഴുതിയത്. മനസ്സിലായില്ലേ? ഇപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് വരക്കുന്ന സമയത്ത് നമുക്ക് ആകെ വരുന്നത് ടു ക്യാഷേ വരുള്ളൂ, സോറി, ക്യാഷ് അക്കൗണ്ട് ബൈ ക്യാഷേ വരുള്ളൂ ക്യാപിറ്റൽ അക്കൗണ്ടിൽ. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ക്യാഷ് അക്കൗണ്ടിൽ മാത്രമേ കുറച്ച് അധികം വരുന്നുള്ളൂ. അതെ. നെക്സ്റ്റ് കമ്മീഷൻ റിസീവ്ഡ് എഴുതിയോ, ടു കമ്മീഷൻ റിസീവ്ഡ്. ഇനി വേജസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്, ബൈ വേജസ്, ബൈ വേജസ്. കമ്മീഷൻ റിസീവ്ഡ് തന്നെ എഴുതണം അല്ലേ. കമ്മീഷൻ റിസീവ്ഡ് തന്നെ എഴുതണം, പെയ്ഡും ഉണ്ടാവാം.
ഓഫീസ് സ്റ്റേഷനറി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എവിടെ എഴുതും? ബൈ ഓഫീസ് സ്റ്റേഷനറി. ഡെബിറ്റ് സൈഡിലല്ലേ? ക്രെഡിറ്റ് സൈഡിൽ കേട്ടോ. ക്രെഡിറ്റ് സൈഡിലാണ് ബൈ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഡെബിറ്റ് സൈഡിലൊക്കെ ടു പറഞ്ഞിട്ട് എഴുതും. സ്റ്റേഷനറി ഐറ്റംസ് ഷോർട്ട് ടേം അസറ്റ് അല്ലേ? അല്ല, സ്റ്റേഷനറി എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. അസറ്റിൽ പെടുത്തരുത് കേട്ടോ. ഓഫീസ് സ്റ്റേഷനറി എക്സ്പെൻസിന്റെ കാറ്റഗറിയിലെ വരാം. ഓക്കെ. നെക്സ്റ്റ് ഫർണിച്ചർ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. ഫർണിച്ചർ എവിടെ ചെയ്യും? അവിടെ കൊടുക്കും. ഫർണിച്ചർ യെസ്, ബൈ ഫർണിച്ചർ. ക്രെഡിറ്റ് സൈഡിൽ കേട്ടോ. ബൈ ഫർണിച്ചർ. എമൗണ്ട് എഴുതാൻ വിട്ടുപോകരുത്. അതുപോലെ തന്നെ ബൈ പ്ലാന്റ് ആൻഡ് മെഷീനറി, ബൈ കമ്പ്യൂട്ടർ ആൻഡ് ടൈപ്പ് റൈറ്റർ. ബൈ ഉദ്ദേശിക്കുന്നത് ഡെബിറ്റ് ആണ്. ടു എന്ന് പറയുന്നത് ക്രെഡിറ്റും. നെക്സ്റ്റ് ടു സെയിൽസ്, പിന്നെ ബൈ ഡ്രോയിങ്സ്. എമൗണ്ട് എഴുതണേ. ടു സെയിൽസ് അല്ലേ? കഴിഞ്ഞോ? ഫസ്റ്റ് ചെയ്താ? ഉം. ഓക്കെ. അപ്പൊ നമ്മള് ക്യാഷ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്തു. എല്ലാ അക്കൗണ്ട്സും നമ്മൾ ക്യാഷ് ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് രണ്ട് സൈഡും ടോട്ടൽ ചെയ്യാം. രണ്ട് സൈഡും ടോട്ടൽ ചെയ്യാം. ഡെബിറ്റ് സൈഡിലെ എമൗണ്ടും ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ടും ടോട്ടൽ ചെയ്തിട്ട് ഹയസ്റ്റ് ടോട്ടൽ കോളത്തിൽ എഴുതാം. രണ്ട് കോളത്തിലും എത്ര കിട്ടിയേ? ഡെബിറ്റ് സൈഡ് എത്ര, ക്രെഡിറ്റ് സൈഡ് എത്ര? ടോട്ടൽ ചെയ്തിട്ട് പറ. 1,71,500 ആണോ ഡെബിറ്റ് സൈഡില്? 1,21,500. 71,500. 71 അതെ അതെ 1,71,500. അതെ. ഓക്കെ. ക്രെഡിറ്റ് സൈഡോ? അത് നോക്കട്ടെ. അത് ടാലി ആകുമോ? ടാലി ആവില്ല. ടോട്ടൽ ചെയ്യാം. എന്നിട്ട് ഹയസ്റ്റ് ടോട്ടൽ ചെയ്താൽ നോക്കുക. എന്നിട്ട് ടോട്ടൽ കോളത്തിൽ എഴുതാം. ക്രെഡിറ്റ് സൈഡ് എത്ര കിട്ടിയ? 234,500. അറിയില്ല കേട്ടോ, അത് കറക്റ്റ് ആണോ? ആണോ?
ചെയ്തോ? ഉണ്ടല്ലേ? ബാക്കി എല്ലാരും മ്യൂട്ട് ചെയ്തിരിക്കാന്നല്ലോ. മൈക്ക് ഓൺ ചെയ്യ്. സിനാൻ, ഞാൻ മിഡിലാ കയറിയത് അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് ഉം. ജസീല, ആയിഷ, എല്ലാരും മൈക്ക് ഓഫ് ആണല്ലോ. മോളുണ്ട് ഇവിടെ, അതാട്ടോ എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആവും. ഞാനാണ് എമൗണ്ട് പറഞ്ഞത് ഇപ്പൊ, എനിക്ക് കിട്ടിയ എമൗണ്ട് എല്ലാവർക്കും. ഓക്കെ, എല്ലാവർക്കും ഡെബിറ്റ് സൈഡ് 1,71,500 തന്നെയാ കിട്ടിയേ? ആണോ? പറ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ എനിക്ക് അടുത്ത് പറയാൻ പറ്റൂ. ചെയ്തോ? എല്ലാരും ടോട്ടൽ ചെയ്തോ? ഡെബിറ്റ് സൈഡിൽ എത്ര, ക്രെഡിറ്റ് സൈഡിൽ എത്ര, ടോട്ടൽ പറ. ഫാത്തിമ ഷക്കീർ, എത്ര കിട്ടിയ ഡെബിറ്റ് സൈഡ്? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണല്ലേ, നിങ്ങൾ എഴുതിയത് തെറ്റാന്നുള്ളത്? ഞാന് ഡെബിറ്റ് സൈഡിൽ ഏതൊക്കെ, ക്രെഡിറ്റ് സൈഡിൽ ഏതൊക്കെയാന്ന് കറക്റ്റ് പറയാം, നിങ്ങൾ ചെക്ക് ചെയ്യാം. ഓക്കെ, ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലുള്ളത് ഓരോന്ന് വായിച്ചിട്ട് ഞാൻ പറയാം. ചെക്ക് ചെയ്യേ, ഞാൻ ഓക്കെ. പറയുന്നുണ്ട്. ടു ക്യാപിറ്റൽ 1 lakh. ബൈ പർച്ചേസ് 36,000. ബൈ സാലറി 2,000. ഡെബിറ്റ് മൊത്തം എമൗണ്ട് പറഞ്ഞിട്ട് ക്രെഡിറ്റ് പറയോ? അങ്ങനല്ല പറയുന്നത്, ഞാൻ ഇപ്പൊ ഓരോ ട്രാൻസാക്ഷനും നോക്കിയിട്ടാന്ന് പറയുന്നത് കേട്ടാ. ഓക്കെ. കാരണം ഞാൻ ലെഡ്ജർ അക്കൗണ്ട് ഞാൻ വരച്ചിട്ടില്ല, ഞാൻ ഓക്കെ. ഓരോ ട്രാൻസാക്ഷൻ നോക്കിയിട്ടാണ് പറയുന്നത്. ബൈ സാലറി 2,000. ബൈ പർച്ചേസ് 11,000. ഓക്കെ. ടു റെന്റ് റിസീവ്ഡ് 1,000. ടു സെയിൽസ് 27,000. ബൈ സൺട്രി എക്സ്പെൻസ് 500. എല്ലാരും ചെക്ക് ചെയ്യണേ. ബൈ സൺട്രി എക്സ്പെൻസ് 500. ടു കമ്മീഷൻ റിസീവ്ഡ് 3,500. ബൈ വേജസ് 5,000. ബൈ ഓഫീസ് സ്റ്റേഷനറി 5,000. ബൈ ഫർണിച്ചർ 50,000. ബൈ പ്ലാന്റ് ആൻഡ് മെഷീനറി 50,000. ബൈ കമ്പ്യൂട്ടർ ആൻഡ് ടൈപ്പ് റൈറ്റർ 25,000. ടു സെയിൽസ് 40,000. ബൈ ഡ്രോയിങ്സ് 50,000. കറക്റ്റ് അല്ലേ? ഓക്കെ, ഇനി ടോട്ടൽ ചെയ്തിട്ട് ഞാൻ പറ. എല്ലാരും ടോട്ടൽ ചെയ്യണം, എല്ലാരും എമൗണ്ടും എനിക്ക് പറഞ്ഞിടണം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഇടണം. ഇപ്പൊ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ ചെയ്തത്, വരച്ചത്, എഴുതിയത് ഓരോരുത്തരും ഗ്രൂപ്പിൽ ഫോട്ടോ എടുത്തിട്ട് ഇടാം.
പെട്ടെന്ന് പറ. Debit 2,21,500. ഏത് സൈഡ്? ഡെബിറ്റ് സൈഡാ? Debit side. ഓക്കെ. ഡെബിറ്റ് സൈഡോ? എനിക്ക് 2,34,500 അത്. എല്ലാവർക്കും വേറെ വേറെ എമൗണ്ട് അല്ല? 1,75,500. നിങ്ങൾ ഓരോരുത്തരും വരച്ച ലെഡ്ജർ എനിക്ക് ഗ്രൂപ്പിലിടാം. അത് വേണോ? ആ വേണം. 1,79,500 ഡെബിറ്റ് സൈഡിൽ കിട്ടിയത്. അത് ക്രെഡിറ്റ് സൈഡില് എല്ലാരും ഗ്രൂപ്പിലിടുന്ന എനിക്ക് മനസ്സിലാവല്ലോ നിങ്ങൾ കറക്റ്റ് ആണോ അല്ല തെറ്റിച്ചിട്ടാണോ ചെയ്തെന്നുള്ളത്. വേഗം ഇട്, ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലിടാം. പേഴ്സണലി അയക്കണ്ട, പേഴ്സണലി അയച്ചാൽ എനിക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റില്ല. ഗ്രൂപ്പിൽ എല്ലാവരും ഇട്ടാൽ മതി. ഡ്രോയിങ്സ് 50,000 ആണോ 15,000 ആണോ? ചെയ്യട്ടെ 50,000. മൂന്ന് പേരെല്ലാം ഇട്ടിട്ട് ബാക്കിയുള്ളവരെടുത്തു. പെട്ടെന്ന് ഇട്. ബൈ ഡ്രോയിങ്സ് 50,000 ആണ് കേട്ടോ നജീബ. 50. 50,000 ആണ് ഡ്രോയിങ്സ്. ഓക്കെ ഓക്കെ.
റിഷാനയുടെ കറക്റ്റ് ആണ്. പക്ഷെ ടോട്ടല് ടോട്ടൽ ചെയ്തിട്ട് ഏറ്റവും വലിയ ടോട്ടലാണ് ടോട്ടൽ കോളത്തിൽ എഴുതേണ്ടത് കേട്ടോ. രണ്ട് ടോട്ടൽ കോളത്തിലും വലിയ എമൗണ്ട് ഏത് സൈഡാണ് വരുന്നത്, സോറി ഏത് ടോട്ടലാണ് ഓക്കെ വരുന്നത് അതാണ് രണ്ട് ടോട്ടൽ കോളത്തിലും എഴുതേണ്ടത്. ഓക്കെ. നാഫിയുടെ ഒന്നും മനസ്സിലാവുന്നില്ല. നാഫിയ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അയക്കട്ടോ, ഒന്നും മനസ്സിലാവുന്നില്ല, ക്ലിയർ ഇല്ല. രണ്ട് കുളത്തില് ഞാൻ എങ്ങനെ പെട്ടെന്ന് പറഞ്ഞത്? കൈ കൊണ്ട് വരച്ചതാണ്, ഇത് അയക്കേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. ഡിഫക്റ്റ് ആയിട്ട് ഒരു നോട്ട് വേണം കേട്ടോ, അത്യാവശ്യം നോട്ട്സ് കാര്യങ്ങളൊക്കെ എഴുതാനുണ്ടാവും. ആ, ഞാൻ വേറെ നോട്ടിലേക്ക് ഞാൻ റഫായിട്ട് എഴുതാണിത്, വേറെ നോട്ടിലേക്ക് എഴുതുന്നുണ്ട്. ഞാനും അങ്ങനെ വേറെ നോട്ടിലേക്ക് എഴുതുന്നുണ്ട്, റഫായിട്ട് ചെയ്തിട്ട്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത് ആ, തിയറി ഇപ്പൊ ആകെ കുറച്ച് ക്ലാസ്സേ ഉണ്ടാവുമല്ലോ. ഇതിപ്പം നമുക്ക് ജസ്റ്റ് ഞാനിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫോട്ടോ എടുത്ത് അയക്കാനുണ്ടാവും. പിന്നെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലായി, ഇപ്പൊ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നോട്ട്. അതായത് ഓരോ ഫീച്ചേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇന്നത് ഏതിൽ പോയിട്ടാണ് എടുക്കുക എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു നോട്ട് നിങ്ങൾ എടുത്തിട്ട് എഴുതാം. ഇനിയിപ്പോ ഫൈനൽ അക്കൗണ്ട്സ് ഒക്കെ വരയ്ക്കാനുണ്ട്, അപ്പൊ കുറച്ച് നീറ്റിലൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ. ഡെബിറ്റ് സൈഡ് നേരത്തെ പറഞ്ഞ 1,00,000 എത്രയാണ്? 71,500 അല്ലേ? അത് കറക്റ്റ് ആണ്. ക്രെഡിറ്റ് സൈഡ് വരാം. ഞാൻ ടോട്ടൽ ആയിട്ട് 36,000. എത്ര? 2,34,000 500. വിശാൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ, ഡെബിറ്റ് സൈഡ് ടോട്ടൽ. 2,34,500. ആ, അത് അതെ. എനിക്കും കിട്ടിയത്. അതെ. ക്രെഡിറ്റ് സൈഡ് ഇത് എങ്ങനെ എഴുതണ്ടെന്ന് പറഞ്ഞത്? എമൗണ്ട് കോളത്തില് ബിഗർ വലിയ എമൗണ്ട് രണ്ട് എമൗണ്ട്. സൈഡിലും ക്രെഡിറ്റിലും ഡെബിറ്റിലും ബിഗർ എമൗണ്ട് എഴുതാം. എത്ര കിട്ടിയ? 2,34,500 അല്ലേ? അതെ അതെ. ഇപ്പൊ ടോട്ടൽ കോളത്തിൽ രണ്ട് സൈഡും എത്ര എഴുതാം? 2,34,500 എഴുതാം. 2,34,500 രണ്ട് ടോട്ടൽ കോളത്തിലും എഴുതാം. അതിൽ നിന്ന് നമുക്ക് ചെറിയ ടോട്ടൽ ലെസ് ചെയ്യാം. എത്രയാണ് ലെസ് ചെയ്യേണ്ടത്? എത്രയാണ്? 1,71,500. 1,71,500 അല്ലേ? ഇപ്പൊ നമുക്ക് അതെ. ബാലൻസ് എത്ര കിട്ടിയേ? 63 അല്ലേ? 53,000. 63,000. അപ്പൊ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സൈഡാ കുറവ്? ക്രെഡിറ്റ് സൈഡ് ഡെബിറ്റ് സൈഡ് അല്ലേ കുറവ്? അതെ. ഈ സൈഡാണ് കുറവ്. ഈ കുറവുള്ള സൈഡ് താഴെ, ഏറ്റവും താഴെ ടോട്ടലിന്റെ മേലെയായിട്ട് എഴുതാം. ടു ബാലൻസ് ക്യാരി ഡൗൺ, ടു ബാലൻസ് സി ബാർ ഡി എന്ന് എഴുതിയാൽ മതി. ടു ബാലൻസ് സി ബാർ ഡി. എന്നിട്ട് ആ കുറവുള്ള സൈഡ് എമൗണ്ട് 30 എത്രയാണ്? 63,000 ഇവിടെ എഴുതാം. ഇതിന്റെ ടോട്ടൽ എമൗണ്ട് ഇതിൽ നമുക്ക് എഴുതുക വേണ്ടപ്പോ ടോട്ടൽ എമൗണ്ട് അല്ല, ഹയസ്റ്റ് രണ്ടിടത്തും എമൗണ്ട് ടോട്ടൽ. ഇവിടെ ടോട്ടൽ ലാസ്റ്റുള്ള കോളത്തിൽ ടോട്ടൽ എഴുതാം. എമൗണ്ട് അല്ല, അതല്ലാതെ നമ്മള് ഡെബിറ്റ് സൈഡില് ടോട്ടൽ ഇല്ല, അത് എവിടെ എഴുതണ്ട. അത് എവിടെ എഴുതണ്ട, ഈ ഹയസ്റ്റ് അത് കുറക്കാം. ആ ആ ആ. എന്നിട്ടുള്ള ബാലൻസ് എമൗണ്ട് ആണ് നമ്മൾ ടു അതിന്റെ ബാലൻസ് മുകളിൽ ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതുന്നുണ്ട്. carry down.
ABCയുടെ എമൗണ്ട് 63,110. ബാലൻസ് കാരീഡ് ആ ക്രെഡിറ്റിന്ന് ഡെബിറ്റ് മൈനസ് ചെയ്ത എമൗണ്ട് ആണോ ടു ബാലൻസ് ക്യാരിഡ് ആണെന്ന് പറഞ്ഞ ഇതിന്റെ? അതെ. യെസ്, നമുക്ക് ക്രെഡിറ്റ് സൈഡ് അല്ലേ ടോട്ടല് ഹയസ്റ്റ് കിട്ടിയത്. ആ ആ ടോട്ടൽ നമ്മൾ രണ്ട് സൈഡും എത്ര എഴുതി? 2,34,500 രണ്ട് ടോട്ടൽ കോളത്തിലും എഴുതി. ഇനി ആ ടോട്ടലിന് ഇപ്പുറം കിട്ടിയ ടോട്ടൽ ഉണ്ടല്ലോ, എത്രയാണ്? 1,71,500. അത് ലെസ് ചെയ്യാം. 2,34,500 മൈനസ് 1,71,500 മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 63,000 കിട്ടി അല്ലേ? എങ്ങനെ 63,000 അല്ലേ കിട്ടിയ? അത്ര ഉണ്ടാവുള്ളൂ എമൗണ്ട്? 2,34,500 1,75,000 കുറച്ച 2,17,000 എനിക്ക് കിട്ടിയത്. 63,000 അല്ലേ? ഡെബിറ്റ് സൈഡ് ടോട്ടൽ എമൗണ്ട് എത്ര കിട്ടിയത്? 1,71,500 അല്ലേ? ആ അപ്പൊ 2,34,500 1,71,500 ലെസ് ചെയ്ത 63,000 അല്ലേ കിട്ടാ? അതെ. ആ പിന്നെന്താണ് ഫോണിന്റെ പ്രശ്നം. ഇവിടെ? 2 ബാലൻസ് 2,34,500 1,70,000 71,500 ഓക്കെ 60,000. 63,000 കിട്ടും. ഇവിടെ 2 ബാലൻസ് ക്യാരി ഡൗൺ സി ബാർ ഡി എന്ന് എഴുതിയാൽ മതി. ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 63,000 ഈ കുറവുള്ള സൈഡ് ഡെബിറ്റ് സൈഡ് എഴുതാം. 63,000 ടോട്ടൽ എന്താണ് ടോട്ടൽ എമൗണ്ട് എഴുതിയതിന്റെ മേലത്തെ കള്ളിയിലല്ലേ എഴുതാൻ പറഞ്ഞേ? നമ്മളിവിടെ കുറെ 2 എന്ന് പറഞ്ഞിട്ട് കുറെ അക്കൗണ്ട്സ് എഴുതിയിട്ടില്ലേ? അതെ. ആ അതിന്റെ ഒറ്റ താഴെ നമ്മൾ ടോട്ടല് കോളത്തിന്റെ തൊട്ട് മേലായിട്ട് എഴുതിയാൽ മതി. ഇവിടെ താഴെ 2 ആ ബാലൻസ് ക്യാരി ഡൗൺ. ആരെങ്കിലും ഒരാൾ എഴുതിയത് ഒന്ന് ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടാൽ മതി. എല്ലാരും ടോട്ടൽ കോളത്തില് 2,34,500 എഴുതണം കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് ലെസ് ചെയ്ത എമൗണ്ട് 63,000 ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ എഴുതാം. ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്. ചെയ്തില്ലേ? എഴുതിയല്ലോ, എല്ലാരും എഴുതിയില്ലേ? ഇപ്പൊ നമ്മുടെ ക്യാഷ് ലെഡ്ജർ കംപ്ലീറ്റ് ആയി. ഇനി ക്യാപിറ്റൽ ലെഡ്ജർ വരക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ക്യാഷ് ലെഡ്ജർ വരച്ച് ക്ലോസ് ചെയ്ത് ഇനി നമ്മൾ ക്യാപിറ്റൽ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാം. ഇതുപോലെ തന്നെ ഹെഡിങ് കൊടുക്കാം. ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് DR CR എന്ന് കൊടുക്കുക. ഇതുപോലെ വരക്കുക. ക്യാഷ് അക്കൗണ്ടിന്റെ അത്ര ലെങ്ത് വേണ്ട, ചെറിയ അക്കൗണ്ട് വരച്ചാൽ മതി. ഒരു പേജിന്റെ ഒരു കാഭാഗം അത്രേ വേണ്ടു, കുറച്ച് വേണ്ടു. ആകെ ഒരു എൻട്രി ക്യാഷ് അക്കൗണ്ട് മാത്രം വരക്കാനുള്ള സ്ഥലമേ വേണ്ടു. പിന്നെ അതിന്റെ ബാലൻസ് എഴുതാനുള്ളത് 2 എൻട്രി എഴുതാനും ടോട്ടൽ ചെയ്യാനുള്ള സ്ഥലം മാത്രമേ വേണ്ടൂ. ഇത്രേ വേണ്ടി വരും. ഹെഡിങ് കൊടുക്കുക ക്യാപിറ്റൽ അക്കൗണ്ട്.
ട്രാൻസാക്ഷൻസ് എഴുതാൻ തുടങ്ങിയോ? നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിന് എഫക്ട് ചെയ്യുന്ന ഒറ്റ അക്കൗണ്ട് വരും, ഏതാണ്? ക്യാഷ് അക്കൗണ്ട് അപ്പ് ടു ക്യാപിറ്റൽ. യെസ്, ക്യാഷ് മാത്രമേ ഉള്ളൂ. ആ ഒരു എൻട്രി മാത്രമല്ലേ ഉള്ളൂ ക്യാപിറ്റൽ വരുന്നത്. അപ്പൊ ബൈ ക്യാഷോ? എന്നാ കൊടുക്കും? ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ക്യാപിറ്റൽ അക്കൗണ്ടില് ഡ്രോയിങ്സിന് വേറെ ബൈ അക്കൗണ്ട് ഉണ്ടോ? ക്യാഷ്. ക്രെഡിറ്റ് സൈഡിൽ ഡ്രോയിങ്സിന് തന്നെ. വേറെ അക്കൗണ്ട്. യെസ്, ഡ്രോയിങ്സിന് വേറെ അക്കൗണ്ട്. അതിവിടെ നമുക്ക് ഒറ്റ അക്കൗണ്ട് വരുന്നുള്ളൂ, ബൈ ക്യാഷ് അക്കൗണ്ട്. എന്നിട്ട് എമൗണ്ട് ഇത് എത്രയാണ്? 1 lakh അല്ലേ? 1 lakh എഴുതാം. അപ്പൊ ടോട്ടൽ കോളത്തിൽ ഏത് എഴുതും? 1 lakh. യെസ്, ആ 1 lakh രണ്ട് ടോട്ടൽ കോളത്തിലും എടുത്ത് എഴുതാം. ഡെബിറ്റ് സൈഡ് നമുക്കൊന്നും എഴുതാനില്ല. അപ്പൊ ആ 1 lakh തന്നെ ടോട്ടൽ കോളത്തിൽ എടുത്ത് എഴുതാം. എന്നിട്ട് ഡെബിറ്റ് സൈഡല്ലേ നമുക്ക് കുറവുള്ളത്, ഉം. അവിടെ ടു To balance. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ആ 1 lakh എടുത്ത് എഴുതാം. ക്യാരി ഡൗൺ 1 lakh. എഴുതിയോ? എഴുതി. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, നോക്കിക്കോ. ഇതുപോലെ ആയിരിക്കണം കേട്ടോ ലെഡ്ജർ വരയ്ക്കേണ്ടത്. ഇങ്ങനെ തന്നെയല്ലേ എല്ലാവരും വരച്ചത്? അതെ. ഈ മേലെയുള്ള ഡെപ്റ്റർ ക്രെഡിറ്റർ എന്നുള്ള CR ഉം DR ഉം എഴുതണം. ഡെബിറ്റ് ക്രെഡിറ്റ് DR CR എന്ന് എഴുതാം കേട്ടോ. ഇനി ഏത് അക്കൗണ്ടാ? നമ്മൾ ജേർണൽ എൻട്രി നോക്കാം. ഏതാണ്? പർച്ചേസ്. പർച്ചേസ്. അപ്പൊ പർച്ചേസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. വീണ്ടും ക്യാഷ് അക്കൗണ്ട് വേണ്ട, ക്യാഷ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഇനി പർച്ചേസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, സാലറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, റെന്റ് റിസീവ്ഡ്, എല്ലാത്തിലും ഓരോന്നോ അല്ലെങ്കിൽ സെയിൽസിലൊക്കെ ഒരു രണ്ടെണ്ണം വരുന്നുണ്ട് സെയിൽസിൽ. അതുപോലെ തന്നെ പർച്ചേസ് അക്കൗണ്ടിൽ പർച്ചേസിൽ രണ്ടെണ്ണം തോന്നും, 2 വരുന്നുണ്ട്. ബാക്കി എല്ലാത്തിലും ഓരോന്നേ വരുന്നില്ല, ഓരോ അക്കൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. ക്യാഷ് അക്കൗണ്ട് മാത്രം വരും. ഇപ്പൊ വരക്കൂലേ നിങ്ങള്? ഓ. ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നും എഴുതണ്ട, അക്കൗണ്ട്സ് വരച്ചു വെക്കാം. അക്കൗണ്ട്സ് വരച്ചു വെക്കാം. ഇതുപോലെ ഞാനിപ്പം ഗ്രൂപ്പിൽ ഇട്ട അതേ ഫോർമാറ്റിൽ ഓരോ അക്കൗണ്ട്സും വരച്ചു വെക്കാം. ഈ ഒരു സൈസിൽ വരച്ചാൽ മതി കേട്ടോ. അധികം ഒന്നും എഴുതാനൊന്നുമില്ല. ക്യാഷ് അക്കൗണ്ടിൽ മാത്രമേ കുറച്ച് അധികം അക്കൗണ്ട്സ് എഫക്ട് ചെയ്യുന്നതുള്ളൂ. അപ്പം ബാക്കി എല്ലാത്തിലും കുറച്ച് മാത്രമേ ഉള്ളൂ. ആകെ ഒരു 1 2 ഇത്രേ അക്കൗണ്ട്സ് വരുന്നുള്ളൂ. അപ്പൊ ഇതേ ഒരു സൈസിൽ ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ച അതേ സൈസിൽ അല്ലെങ്കിൽ അതിൽ കുറച്ച് 1 2 ലൈന് കൂട്ടിയിട്ട് വരക്കാം. നെക്സ്റ്റ് വരച്ചോ, പർച്ചേസ് അക്കൗണ്ട് വരച്ചോ. ഹെഡിങ് കൊടുക്കാം പർച്ചേസ് അക്കൗണ്ട്. ഇതുപോലെ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട് കൊടുക്കാം. ഇതുപോലെ വരക്കാം. ഒന്നും എഴുതണ്ട. എന്നിട്ട് അടുത്ത അക്കൗണ്ട് വരക്കാം. എല്ലാം വരച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എഴുതിയാൽ മതി. പർച്ചേസ് അക്കൗണ്ട് 2 വരുന്നുള്ളൂ. പർച്ചേസിൽ 2
എല്ലാരും വരക്കണേ, വേഗം വരക്കണം കേട്ടോ. ഉം. Admission. ഉം. പർച്ചേസ് ലെഡ്ജർ വരച്ചോ? ഓരോ ലെഡ്ജറും വരക്ക്. എത്ര ലെഡ്ജേഴ്സ് വേണം നോക്കാം, അത്രയും വരക്കാം. സാലറി പെയ്ഡ്, സാലറി പെയ്ഡ് വേണം. റെന്റ് റിസീവ്ഡ് അക്കൗണ്ട് വരക്കണം. ഓരോ അക്കൗണ്ടും ഈ ഒരു ഫോർമാറ്റിൽ തന്നെ വരക്കാം.
വരച്ചു കഴിഞ്ഞാ? എത്ര അക്കൗണ്ട് വരച്ച്? എവിടെ എത്തി? കമ്പ്യൂട്ടർ ടൈപ്പ് റൈറ്റർ. അവിടെ എത്തിയല്ലേ? പർച്ചേസ് ലെഡ്ജർ വേണം, റെന്റ് റിസീവ്ഡ്, സെയിൽസ് ലെഡ്ജർ, സൺട്രി എക്സ്പെൻസ് ലെഡ്ജർ, കമ്മീഷൻ റിസീവ്ഡ്, വേജസ്, ഓഫീസ് സ്റ്റേഷനറി, ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി, കമ്പ്യൂട്ടർ ആൻഡ് ടൈപ്പ് റൈറ്റർ. വീണ്ടും സെയിൽസ് വേണ്ട കേട്ടോ. പിന്നെ ഡ്രോയിങ്സ് അക്കൗണ്ട്. 3 അക്കൗണ്ട്സ് വരക്കാം. കഴിഞ്ഞില്ല. കഴിഞ്ഞല്ലേ? നമുക്ക് പർച്ചേസ് അക്കൗണ്ടും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ വരച്ചില്ലേ? പർച്ചേസ് അക്കൗണ്ടിന് ഹെഡിങ് കൊടുക്കാം. ഇനി പർച്ചേസ് അക്കൗണ്ടിനെ എഫക്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ്? പർച്ചേസ് അക്കൗണ്ട് ഇട്ടിട്ടു ക്യാഷ് എന്നിട്ട് 36,000 ഉണ്ടല്ലേ? അവിടെ ക്യാഷ് ടു ക്യാഷ് ആണോ ബൈ ക്യാഷ് ആണോ? അങ്ങനെ വരാം. യെസ്, ടു ക്യാഷ് 36,000 എഴുതാ. ടു ക്യാഷ് 36,000. പിന്നെ ഏതാ പർച്ചേസ് അക്കൗണ്ടിനെ എഫക്ട് ചെയ്യുന്നത്? ഒരു പർച്ചേസും കൂടെ ഉണ്ട് അല്ലെ? പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് 11,000. അപ്പോ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 11,000 എഴുതാം. പിന്നെ താഴോട്ട് പർച്ചേസ്ഡ് ഓഫീസ് സ്റ്റേഷനറി, പർച്ചേസ്ഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇതൊന്നും നമ്മൾ പർച്ചേസ് അക്കൗണ്ടിന് എഫക്ട് ചെയ്യില്ല കേട്ടോ. ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ പർച്ചേസ് അക്കൗണ്ട് വരൂ. ഓക്കെ, അപ്പൊ 2 അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. 2 ക്യാഷ് മാത്രമേ വരുന്നുള്ളൂ. ഇനി എന്ത് ചെയ്യാ? അത് 2 ടോട്ടൽ ചെയ്യാം. 36 പ്ലസ് 11,000 എത്ര വരാം? 47. 47,000. യെസ്, 47,000 2 ടോട്ടൽ കോളത്തിലും എഴുതാം. എന്നിട്ട് ക്രെഡിറ്റ് സൈഡിലല്ലേ കുറവ്? ബൈ ക്യാരി ഡൗൺ. യെസ്, ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതാം. എത്ര? 47,000. ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 47,000 എഴുതാം. ഇനി നിങ്ങൾക്ക് ബാക്കി എല്ലാ ലെഡ്ജേഴ്സും നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റൂലേ? റിലേറ്റ് ചെയ്യുന്ന അക്കൗണ്ട്സ് നോക്കിയിട്ട് എഴുതാം. ബൈ ആണോ ടു ആണോ എന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് എഴുതാം. എന്നിട്ട് ടോട്ടല് ഹയസ്റ്റ് ടോട്ടൽ എഴുതാം. എന്നിട്ട് എവിടെയാണോ കുറവ് അവിടെ ബൈ ആണെങ്കിൽ ബൈ ബാലൻസ് ക്യാരി ഡൗൺ, ടു ആണെങ്കിൽ ടു ബാലൻസ് ക്യാരി ഡൗൺ എഴുതാം. ഇത്രയും അക്കൗണ്ട്സ് നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴത്തേക്ക് വരക്കണം കേട്ടോ. വരച്ച് എഴുതിയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണേ. ഓക്കെ. ഓക്കെ, ഇൻഷാല്ലാ ഇനി എപ്പോഴാണ് ക്ലാസ്? സാറ്റർഡേ അല്ലേ? ആ, അപ്പൊ കാണാം ഇൻഷാല്ലാ. ഓക്കെ.